ഹലോ എവരി വൺ. മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്കിനി നോക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റ് പ്രൈസ് ആൻഡ് നോർമൽ പ്രൈസ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 91 അതിന് ഡിഫറൻസ് കൊടുത്തിട്ടുള്ളത്. നിങ്ങളൊരു കാര്യം ഓർത്ത് വയ്ക്കുക, എക്സാമിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള ഡിഫറൻസുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് പ്രൈസും നോർമൽ പ്രൈസും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കാം. മാർക്കറ്റ് പ്രൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൈസാണല്ലേ. നമ്മൾ പറഞ്ഞിരുന്നു ഫേം ഈ ഒരു മാർക്കറ്റ് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കമ്മോഡിറ്റീസൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ദെൻ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ലോങ്ങർ പീരീഡിൽ ആ ഒരു പ്രൊഡക്റ്റിന് ഉണ്ടാകുന്ന പ്രൈസാണ്. ഫസ്റ്റ് ഡിഫറൻസ് ഇതാണ്, ഇറ്റ് ഈസ് എ വെരി ഷോർട്ട് പീരീഡ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് പീരീഡിലേക്കുള്ളൊരു പ്രൈസ് മാത്രമാണ്. ചുരുങ്ങിയൊരു കാലം കൊണ്ട് തന്നെ ആ ഒരു പ്രൈസിൽ ചേഞ്ച് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നോർമൽ പ്രൈസ് അങ്ങനെയല്ല, അത് ലോങ് പീരീഡ് പ്രൈസ് ആണ്. എന്ന് വെച്ചാൽ ഒരു നിശ്ചിത കാലത്തിലേക്ക് അത് ഫിക്സ്ഡ് ആയിരിക്കും. ദെൻ മാർക്കറ്റ് പ്രൈസ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് മോർ ബൈ ഡിമാൻഡ് ഫാക്ടേഴ്സ്. മാർക്കറ്റ് പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഡിമാൻഡ് ഫാക്ടേഴ്സാണ്. കൂടുതലായിട്ടും ഈ ഒരു മാർക്കറ്റ് പ്രൈസിനെ തീരുമാനിക്കുന്ന ഘടകങ്ങൾ ഡിമാൻഡാണ്. ഡിമാൻഡിൽ വരുന്ന വേരിയേഷനെ കൊണ്ടാണ് മാർക്കറ്റ് പ്രൈസിൽ മാറ്റങ്ങൾ വരിക. നോർമൽ പ്രൈസ് അങ്ങനെയല്ല, സപ്ലൈ ഫാക്ടേഴ്സിനെയും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്നുവെച്ചാൽ നോർമൽ പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാക്ടേഴ്സിൻ്റെ സപ്ലൈ, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് എത്രയായി, ഇതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നോർമൽ പ്രൈസിനെ ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. ദെൻ ഓൾ ഗുഡ്സ് ഹാവ് എ മാർക്കറ്റ് പ്രൈസ്. എല്ലാ കമ്മോഡിറ്റീസിനും അല്ലെങ്കിൽ എല്ലാ ഗുഡ്സിനും മാർക്കറ്റ് പ്രൈസ് ഉണ്ട്. പക്ഷേ റീപ്രൊഡ്യൂസിബിൾ ഗുഡ്സിന് മാത്രമേ നോർമൽ പ്രൈസ് ഉണ്ടാവുള്ളൂ. ദെൻ എ ഫേം വിത്ത് എ മാർക്കറ്റ് പ്രൈസ് മേ ഏൺ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഓർ ഇൻകർ ലോസസ്. ഇവിടെ മാർക്കറ്റ് പ്രൈസ് ഫോളോ ചെയ്യുന്ന ഒരു ഫേമിന് അബ്നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ ഒരു ലോസ് സംഭവിക്കാനോ ആണ് സാധ്യത. നോർമൽ പ്രൈസ് ഫോളോ ചെയ്യുന്ന ഒരു ഫേം ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നോർമൽ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാവുക. കാരണം അവർ നോർമൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെയും മെറ്റീരിയലിൻ്റെ സപ്ലൈൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ ആ കോസ്റ്റിനെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നോർമൽ പ്രൈസിനെ ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു നോർമൽ പ്രോഫിറ്റ് മാത്രമേ നോർമൽ പ്രൈസിൽ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇൻഡസ്ട്രി ഫിക്സ് ചെയ്യുന്ന മാർക്കറ്റ് പ്രൈസ് ഫോളോ ചെയ്യുമ്പോഴാണ് അബ്നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാവുന്നത്. ദെൻ മാർക്കറ്റ് പ്രൈസ് ഈസ് എ റിയാലിറ്റി. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് റിയൽ ആണ് അല്ലെങ്കിൽ സത്യമാണ്. പക്ഷേ നോർമൽ പ്രൈസ് ഈസ് എ മിറാഷ്. എന്ന് വെച്ചാൽ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് റിയൽ അല്ല, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രൈസാണ്. ദെൻ ദർ വിൽ ബി എ ടെമ്പററി ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. മാർക്കറ്റ് പ്രൈസിൻ്റെ കേസിൽ ഒരു ടെമ്പററി ഇക്വിലിബ്രിയം ആയിരിക്കും ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന പോയിന്റിലാണല്ലോ നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ഔട്ട്പുട്ടൊക്കെ ഫിക്സ് ചെയ്യുക അല്ലേ. അപ്പോൾ മാർക്കറ്റ് പ്രൈസിൻ്റെ കേസിൽ അവിടുത്തെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ടെമ്പററി ആയിരിക്കും, താൽക്കാലികമായിരിക്കും. കാരണം പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇക്വിലിബ്രിയം എന്തല്ല, ഫിക്സ്ഡ് ആയിരിക്കില്ല. പക്ഷേ നോർമൽ പ്രൈസിൻ്റെ കേസിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈക്കുള്ളത് ഒരു പെർമനൻറ്റ് ഇക്വിലിബ്രിയം ആയിരിക്കും. എന്ന് വെച്ചാൽ കൂടുതൽ കാലം നിലനിൽക്കുന്ന ഒരു ഇക്വിലിബ്രിയം ആയിരിക്കും നോർമൽ പ്രൈസിൽ കാണാൻ സാധിക്കുക. ദെൻ മാർക്കറ്റ് പ്രൈസ് ഫ്ലക്ച്വേറ്റ് ഫ്രീക്വൻ്റ്ലി. മാർക്കറ്റ് പ്രൈസിൽ പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതായത് ഡേ ടു ഡേ ബേസിസിലോ ഒക്കെ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ദെൻ നോർമൽ പ്രൈസ് അങ്ങനെയല്ല, സ്റ്റേബിൾ ആണ്. ലോങ്ങർ പീരീഡിലേക്ക് എന്തായിരിക്കും, അത് ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നോർമൽ പ്രൈസും അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള ഏരിയ മൊണോപ്പൊളിയാണ്. നിങ്ങൾ +2 ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണല്ലേ മൊണോപ്പൊളി. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഇനി നോക്കാനുള്ള ഒളിഗോപ്പൊളി, ഡുവോപ്പൊളി ഒക്കെ. അപ്പോൾ മൊണോപ്പൊളി എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സിംഗിൾ സെല്ലർ ഭരിക്കുന്ന ഒരു മാർക്കറ്റ് സ്ട്രക്ചറാണല്ലേ. എന്ന് വെച്ചാൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമീസിലാണ് ഈ ഒരു മൊണോപ്പൊളി നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കില്ല, കുത്തകയായിരിക്കും മാർക്കറ്റിനെ കൈകാര്യം ചെയ്യുന്നുണ്ടായിരിക്കാം. മൊണോപ്പൊളി എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ്. മൊണോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡും അതേപോലെ പോളി എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡും. മൊണോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിംഗിൾ എന്നാണ്, പോളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെല്ലിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കുകയാണെങ്കിൽ സിംഗിൾ സെല്ലർ ആണല്ലേ. സോ ഇതിൻ്റെ മീനിങ് എലോൺ ടു സെൽ എന്നാണ്. എന്ന് വെച്ചാൽ ആ മാർക്കറ്റിൽ ഒരൊറ്റ സപ്ലയർ മാത്രമായിരിക്കും കമ്മോഡിറ്റീസ് സെയിൽ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, സിംഗിൾ സെല്ലർ ആയിരിക്കും ഈ മൊണോപ്പൊളിയിൽ ഉണ്ടായിരിക്കുള്ളൂ. നോക്കാം, മൊണോപ്പൊളി ഈസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ ഇൻ വിച്ച് ദർ ആർ ഓൺലി വൺ സെല്ലർ ഓർ പ്രൊഡ്യൂസർ ഓഫ് എ പ്രോഡക്റ്റ് ഫോർ വിച്ച് ദർ ഇസ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. അതായത് ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റി മാർക്കറ്റിൽ ഇറക്കാൻ ആകെ ഒരു സെല്ലർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ആ ഒരു കമ്മോഡിറ്റിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നും ഉണ്ടായിരിക്കില്ല. എന്നുവെച്ചാൽ ആ ഒരു കമ്മോഡിറ്റിക്ക് പകരം നമുക്ക് വേറൊരു കമ്മോഡിറ്റിയും ഉപയോഗിക്കാൻ സാധിക്കില്ല. അത് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ സെല്ലർ മാത്രമായിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുക. ഓക്കെ, സോ ഹി കൺട്രോൾസ് ദ ഹോൾ സപ്ലൈ ഓഫ് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്. ഇവിടെ പ്രൊഡക്റ്റിൻ്റെ സപ്ലൈ തീരുമാനിക്കേണ്ടതും കൺട്രോൾ ചെയ്യുന്നതൊക്കെ ഈ ഒരു സിംഗിൾ സെല്ലർ ആയിരിക്കും. അതുപോലെ തന്നെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതൊക്കെ ഈ സെല്ലറാണ്.
അപ്പോൾ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് അയാൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ മൊണോപ്പൊളിയിൽ ഒരു പ്രൈസ് ടേക്കിംഗ് സിസ്റ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അയാൾ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രൈസ് എത്രയാണോ ആ പ്രൈസിന് തന്നെ കസ്റ്റമേഴ്സ് സാധനങ്ങൾ വാങ്ങേണ്ടതായിട്ട് വരും. ഹി കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഇൻഡസ്ട്രി ആൾസോ. മൊണോപ്പൊളിയിൽ ആ സിംഗിൾ സെല്ലർ ഉണ്ടായിരിക്കുള്ളൂ, അതുകൊണ്ട് ഫേമും ഇൻഡസ്ട്രിയൊക്കെ അയാൾ തന്നെയായിരിക്കും. ഓക്കെ, അപ്പം ഫേം കൂടിച്ചേരുന്നതാണല്ലോ ഇൻഡസ്ട്രി. ഒരു സിംഗിൾ ഫേം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, അതുകൊണ്ട് തന്നെ ആ ഫേം തന്നെയായിരിക്കും അവിടുത്തെ ഇൻഡസ്ട്രിയും. സോ അണ്ടർ മൊണോപ്പൊളി ദർ ഇസ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഫേം ആൻഡ് ഇൻഡസ്ട്രി. അതുകൊണ്ട് ഫേമും ഇൻഡസ്ട്രിയും തമ്മിലുള്ള വ്യത്യാസമൊന്നും നമുക്കവിടെ കാണാൻ സാധിക്കില്ല. സോ ഫേം ആൻഡ് ഇൻഡസ്ട്രി ആർ വൺ ആൻഡ് ദ സെയിം. രണ്ടും ഒന്ന് തന്നെയാണെന്ന് നമുക്ക് ഈ ഒരു ഇതിൽ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ മൊണോപ്പൊളി എന്ന് പറയുന്നതിൽ സിംഗിൾ സെല്ലറാണ് ഉണ്ടാവുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്ത കമ്മോഡിറ്റീസ് ആണ് സെയിൽ ചെയ്യുന്നത്. ആ സെല്ലർ പ്രൈസ് ടേക്കറാണ്, അതുപോലെ തന്നെ മാക്സിമം പ്രോഫിറ്റ് അയാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് മൊണോപ്പൊളീൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഫീച്ചേഴ്സാണ്. ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, നമുക്കൊന്ന് വേഗം ഡിസ്കസ് ചെയ്ത് പോവാം. മെയിനായിട്ടും ഒരു 6 ഫീച്ചേഴ്സ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ദർ ഇസ് ഓൺലി വൺ സെല്ലർ ഓഫ് എ പ്രൊഡക്റ്റ്. ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആകെ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ സെല്ലർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ദ പ്രൊഡക്റ്റ് ഹാസ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. ആ പ്രൊഡക്റ്റിന് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നും ഉണ്ടായിരിക്കില്ല. എന്ന് വെച്ചാൽ പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അതുപോലത്തെ മറ്റ് കമ്മോഡിറ്റീസ് ഒന്നും മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കില്ല. ദെൻ എൻറ്റിയർ മാർക്കറ്റ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദി സിംഗിൾ സെല്ലർ. ആ മാർക്കറ്റിൽ ഫുൾ സെയിലും കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ സപ്ലൈ കൈകാര്യം ചെയ്യുന്നത് സിംഗിൾ സെല്ലർ ആയിരിക്കും. ദെൻ മൊണോപ്പൊളിസ്റ്റ് ഫിക്സസ് ദ പ്രൈസ് ഫോർ ദി കമ്മോഡിറ്റി. ഇവിടെ മൊണോപ്പൊളിസ്റ്റ് ആയിരിക്കും പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ പ്രൈസ് മേക്കറാണ്. അതിൽ നിന്ന് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനാണ് അയാൾ ശ്രമിക്കുക. അതുകൊണ്ട് അയാൾ പ്രൈസ് ടേക്കർ അല്ല, ഹീസ് എ പ്രൈസ് മേക്കർ. ദെൻ അതർ സെല്ലേഴ്സ് ഓർ ന്യൂ ഫേംസ് കനോട്ട് എൻ്റർ ഇൻ ടു ദ മാർക്കറ്റ് ഈസിലി. ആ ഒരു മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലേക്ക് മറ്റ് സെല്ലേഴ്സിന് പെട്ടെന്ന് കടന്നു വരാനായിട്ട് സാധിക്കില്ല. ദെൻ ഫേം ആൻഡ് ഇൻഡസ്ട്രി ആർ വൺ ആൻഡ് ദ സെയിം. ഇവിടെ ഫേമും ഇൻഡസ്ട്രിയും ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഒരാൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫീച്ചേഴ്സ്. സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ മൊണോപ്പൊളി എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക, ഈ ഫീച്ചേഴ്സൊക്കെ പഠിച്ചു വയ്ക്കുക കേട്ടോ. ദെൻ ഈ ഒരു സിസ്റ്റത്തിൽ കോമ്പറ്റീഷൻ ഉണ്ടാവില്ല അല്ലേ, കാരണം ആകെ ഒരു സെല്ലർ മാത്രമേ ഉള്ളൂ. അയാളാണ് അവിടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതും സപ്ലൈ തീരുമാനിക്കുന്നതൊക്കെ അല്ലേ. അതുകൊണ്ട് തന്നെ മൊണോപ്പൊളിയിൽ ഒരു കുത്തക ഭരണമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ദെൻ ഇനി നോക്കാനുള്ളത് കൈൻഡ്സ് ഓഫ് മൊണോപ്പൊളിയാണ്. Monopolies are of different kinds depending upon natural factors, legal factors, social factors and economic factors. മൊണോപ്പൊളീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്: നാച്ചുറൽ മൊണോപ്പൊളി, ലീഗൽ മൊണോപ്പൊളി, സോഷ്യൽ മൊണോപ്പൊളീസ്, വളണ്ടറി മൊണോപ്പൊളീസ് ആൻഡ് സർവീസ് മൊണോപ്പൊളി. അതാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ, നാച്ചുറൽ മൊണോപ്പൊളി. നാച്ചുറൽ മൊണോപ്പൊളി എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മൊണോപ്പൊളീസ് ആണ് അല്ലേ. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് നോക്കാം. ബംഗാൾ ഹാസ് ദ നാച്ചുറൽ മൊണോപ്പൊളി ഓഫ് ജൂട്ട്. ലോകത്ത് ഏറ്റവും അധികം ജൂട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് ബംഗാളിലാണ്. അതുകൊണ്ട് തന്നെ ബംഗാളിന് മൊണോപ്പൊളി ഉള്ളത് ജൂട്ടിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളോട് കൊടുത്തിട്ടുണ്ട്. DBS കമ്പനി ഓഫ് സൗത്ത് ആഫ്രിക്ക ഹാസ് മൊണോപ്പൊളി ഓഫ് ഡയമണ്ട്സ്. സൗത്ത് ആഫ്രിക്കയൊക്കെ ഡയമണ്ടിൻ്റെ മൈനിങ്ങിനൊക്കെ പേര് കേട്ട സ്ഥലമാണ് അല്ലേ. അപ്പോൾ അവിടെ ഇതിൻ്റെ കുത്തക ഉള്ളത് അല്ലെങ്കിൽ ഇതിൻ്റെ മൊണോപ്പൊളി ഉള്ളത് DBS കമ്പനീസിനാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളെ നാച്ചുറൽ ഫാക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ പ്രകൃതി തന്നെ കനിഞ്ഞു കൊടുക്കുന്ന കുറച്ച് റിസോഴ്സസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനോ ഒക്കെ ഇത്തരത്തിൽ മൊണോപ്പൊളി ലഭിക്കുന്നതിനെയാണ് നാച്ചുറൽ മൊണോപ്പൊളി എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറൽ ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരത്തിൽ മൊണോപ്പൊളി എമർജ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ റോ മെറ്റീരിയൽസ് ഒക്കെ എന്തായിരിക്കും, ആ സ്ഥലത്ത് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലേസിന് എന്ത് കിട്ടും, മൊണോപ്പൊളി കിട്ടും. അപ്പോൾ ഇതാണ് നാച്ചുറൽ മൊണോപ്പൊളി. ഇവിടെ ആരും അത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതല്ല, പകരം അവിടെ എന്തുണ്ട്, അതിൻ്റെ റോ മെറ്റീരിയൽസ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു റിസോഴ്സ് നാച്ചർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ മൊണോപ്പൊളി എമർജ് ചെയ്തിട്ടുള്ളത്. ദെൻ ലീഗൽ മൊണോപ്പൊളി. ലീഗൽ മൊണോപ്പൊളി പേര് പോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ നിയമപ്രകാരം അല്ലെങ്കിൽ ലീഗലി ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന മൊണോപ്പൊളീസ് ആണ്. ഓക്കെ, അപ്പോൾ പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൊതുജന താല്പര്യാർത്ഥം ഒരു രാജ്യം ഇത്തരത്തിൽ മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ലീഗൽ മൊണോപ്പൊളീസ് ആണ്. ദെൻ സോഷ്യൽ മൊണോപ്പൊളീസ് ആണ് അടുത്തത്. സോഷ്യൽ മൊണോപ്പൊളീസ് ഗവൺമെൻറ് ആയിരിക്കും മാനേജ് ചെയ്യുന്നുണ്ടാവും. അവിടെ പ്രോഫിറ്റ് മേക്കിങ്ങിനേക്കാളും കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ജനങ്ങളെ സെർവ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പോൾ പബ്ലിക് മൊണോപ്പൊളീസ് പബ്ലിക്കിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന മൊണോപ്പൊളീസ് ആയിരിക്കും. അപ്പോൾ ഇന്ത്യയിൽ ഇതിൻ്റെ ക്ലാസിക് എക്സാമ്പിൾ റെയിൽവേ ആണ്. റെയിൽവേ കാലാകാലങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അത് ഗവൺമെൻറ് ഓൺ ചെയ്യുന്നതാണ്, ഗവൺമെൻറ് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു തരം സർവീസ് ആണല്ലേ. അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ്, ടെലഗ്രാഫ്, ഇതൊക്കെ നമ്മളെ ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന ചില മൊണോപ്പൊളീസ് ആണ്. ഇവിടെയൊന്നും മറ്റു പ്രൈവറ്റ് കമ്പനീസിനോ അല്ലെങ്കിൽ മറ്റ് ഫേംസിനോ ഒന്നും കടന്നു വരാനായിട്ട് സാധിക്കില്ല. ദെൻ വളണ്ടറി മൊണോപ്പൊളീസ്. വളണ്ടറി എന്ന് പറയുന്നത് കൂട്ടമാണല്ലേ. ഒരു കൂട്ടം ആൾക്കാർ ചേർന്നിട്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടം ഫേംസ് ചേർന്നിട്ടൊക്കെ ആയിരിക്കും വളണ്ടറി മൊണോപ്പൊളീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ മൊണോപ്പൊളീസ് ക്രിയേറ്റ് ചെയ്യുന്നത് വളണ്ടറിലി ആയിരിക്കും. കോമ്പറ്റീഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഇത്തരത്തിൽ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കോൺട്രാക്റ്റുകളിൽ എൻ്റർ ചെയ്യുന്നതോ കാർട്ടൽസ് രൂപീകരിക്കുന്നതൊക്കെ.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മൊണോപ്പൊളീസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് വോളണ്ടറി മൊണോപ്പൊളീസ്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ACC സിമെൻറ്റിൻ്റെ കേസ് കേട്ടോ. ഇതൊരു വോളണ്ടറി മൊണോപ്പൊളിയാണ്. സിമെൻറ്റ് ഇൻഡസ്ട്രിയിലെ കോമ്പറ്റീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഒരുപാട് ഫേംസ് കൂടി ചേർന്നിട്ട് പ്രോഫിറ്റ് മേക്കിങ്ങിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു മൊണോപ്പൊളിയാണ് ACC. അപ്പോൾ സിമെൻറ്റിൻ്റെ ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യാനും പ്രോഫിറ്റ് മേക്ക് ചെയ്യാനും കോമ്പറ്റീഷൻ ഒഴിവാക്കാനും ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വോളണ്ടറി മൊണോപ്പൊളീസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇത്തരത്തിൽ ട്രസ്റ്റ് പോലെയോ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ആയിട്ടോ കാർട്ടൽസ് ആയിട്ടോ അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനീസ് ആൻഡ് സിൻഡിക്കേറ്റിൻ്റെ ഒക്കെ രൂപത്തിലായിരിക്കും. ഇവിടെ അവർ കോമ്പറ്റീഷൻ കുറയ്ക്കുന്നതോടൊപ്പം തന്നെ ഹൈ പ്രൈസിൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ദെൻ സർവീസ് മൊണോപ്പൊളി. സർവീസ് മൊണോപ്പൊളി എന്ന് പറയുന്നത് സർവീസുകളുടെ കേസിലാണ്. ഫോർ എക്സാമ്പിൾ, ദർ ഇസ് ഓൺലി വൺ ഡോക്ടർ ഇൻ എ ലൊക്കാലിറ്റി, ഹീ ഈസ് ഇൻ ദ പൊസിഷൻ ഓഫ് എ മൊണോപ്പൊളിസ്റ്റ്. ഇപ്പോൾ ഒരു ഏരിയയിൽ ഒരു ഡോക്ടർ ഉള്ളെങ്കിൽ അയാൾക്ക് നല്ല ഡിമാൻഡ് ആയിരിക്കും അല്ലേ, കാരണം എല്ലാവരും അയാളുടെ അടുത്തേക്കായിരിക്കും സർവീസിന് വേണ്ടി പോകുന്നുണ്ടാവുക. അതുപോലെ തന്നെയാണ് വക്കീലിൻ്റെ കേസൊക്കെ അല്ലേ, ഒരു ലൊക്കാലിറ്റിയിൽ ഒരു വക്കീലുള്ളെങ്കിൽ കൂടുതൽ ആൾക്കാരും അപ്രോച്ച് ചെയ്യുന്നത് അയാളെ ആയിരിക്കും. ഇങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ സർവീസും ഒരു തരത്തിലുള്ള മൊണോപ്പൊളിയാണ്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ ടൈപ്സ് ഓഫ് മൊണോപ്പൊളിയിൽ നാച്ചുറൽ മൊണോപ്പൊളി പറഞ്ഞു, ലീഗൽ മൊണോപ്പൊളി പറഞ്ഞു, സോഷ്യൽ മൊണോപ്പൊളീസ് പറഞ്ഞു, വോളണ്ടറി ആൻഡ് സർവീസ് മൊണോപ്പൊളി പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെക്കാം കേട്ടോ. നമുക്ക് നോക്കാനുള്ളത് മൊണോപ്പൊളിയിൽ എങ്ങനെയാണ് ഡിമാൻഡ് കർവും റവന്യൂ കർവും കോസ്റ്റ് കർവും എമർജ് ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ആ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇത് ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. സിൻസ് ദർ ഇസ് ഓൺലി വൺ ഫേം ഇൻ ദ ഇൻഡസ്ട്രി, ദ മൊണോപ്പൊളി ഫേം കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഹോൾ ഇൻഡസ്ട്രി ഓൾസോ. നമ്മൾ പറഞ്ഞിരുന്നു മൊണോപ്പൊളിയിൽ ഫേമും ഇൻഡസ്ട്രിയൊക്കെ ഒന്നാണ് അല്ലേ, അവിടെ ആകെ ഒരു സെല്ലറേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഫേം ആൻഡ് ഇൻഡസ്ട്രി ആർ വൺ ആൻഡ് സെയിം. Okay, so therefore the demand curve of the monopolist would be the same as the demand curve of the industry. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഒരു മൊണോപ്പൊളിയിൽ ഒരു ഫേമിൻ്റെ ഡിമാൻഡ് കർവ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് കർവ് എന്തായിരിക്കും? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത ഇൻഡസ്ട്രിയുടെ കേസ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെ ഡിമാൻഡ് കർവ് വരുന്നുണ്ടാവുക. Then this is so because the monopoly firm can sell more at lower prices and less at higher price. മൊണോപ്പൊളിസ്റ്റ് കൂടുതൽ സാധനങ്ങൾ സെയിൽ ചെയ്യുന്നത് പ്രൈസ് ലോവർ ആകുമ്പോഴാണ്. അതുപോലെ ഹയർ പ്രൈസിന് അയാൾ കുറച്ച് സാധനങ്ങൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സെല് ചെയ്യുള്ളൂ. ദ ഡിമാൻഡ് കർവ് ഈസ് ഓൾസോ ദ ആവറേജ് റവന്യൂ കർവ് ഫോർ ദി മൊണോപ്പൊളിസ്റ്റ്. അപ്പോൾ ഇവിടെ ഡിമാൻഡ് കർവ് ഈക്വൽ ടു AR കർവ് ആയിരിക്കും. സോ AR കർവ് സ്ലോപ്പ് ഡൗൺവാർഡ്സ്, ദ MR കർവ് ഓൾസോ സ്ലോപ്സ് ഡൗൺവാർഡ് ബട്ട് ഇറ്റ് ലൈസ് ബിലോ ദി AR കർവ്. ഇങ്ങനെ AR കർവ് താഴേക്ക് അല്ലെങ്കിൽ ഡൗൺവാർഡ് സ്ലോപ്പിംഗ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാർജിനൽ റവന്യൂ കർവും ഡൗൺവാർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. പക്ഷേ ഇത് AR കർവിൻ്റെ താഴെ ആയിരിക്കും ഉണ്ടാവുക. സോ ദിസ് മീൻസ് ദാറ്റ് MR കർവ് ഡിക്ലൈൻസ് അറ്റ് എ ഹയർ റേറ്റ് ദാൻ ദി AR ഓർ ഡിമാൻഡ് കർവ്. അപ്പോൾ AR കർവിനോ അല്ലെങ്കിൽ ഡിമാൻഡ് കർവിനോ വളരെ താഴെയായിട്ടായിരിക്കും MR കർവ് ഡിക്ലൈൻ ചെയ്യുന്നുണ്ടാവുക. വൈ ഡസ് ഇറ്റ് ഹാപ്പൻ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നോക്കാം. ഈച്ച് അഡീഷണൽ യൂണിറ്റ് സോൾഡ് ആഡ് ലെസ് ടു ടോട്ടൽ റവന്യൂ ദാൻ ദ പ്രൈസ് റിസീവ്ഡ് ഫോർ ഇറ്റ് ബിക്കോസ് ദ ഫേം ഹാസ് ടു റിഡ്യൂസ് ദ പ്രൈസ് ഓൺ ഓൾ യൂണിറ്റ്സ് ടു സെൽ അഡീഷണൽ യൂണിറ്റ്. നിലവിൽ സപ്ലൈ ചെയ്തതിനേക്കാളും കൂടുതൽ യൂണിറ്റ്സ് മാർക്കറ്റിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ സപ്ലയർ തീർച്ചയായിട്ടും പ്രൈസ് കുറയ്ക്കേണ്ടി വരും. അപ്പം ഇങ്ങനെ പ്രൈസ് കുറയ്ക്കുമ്പം അത് റവന്യൂവിനെ ബാധിക്കുന്നുണ്ട് അല്ലേ. സോ ഇങ്ങനെ പ്രൈസ് കുറച്ചതുകൊണ്ട് തന്നെ അഡീഷണൽ യൂണിറ്റ് സെയിൽ ചെയ്താലും സെല്ലർക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് MR കർവ് താഴെയായിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. To sell 2 units instead of 1, say a firm must reduce the price from 10 to 9. അതായത് ഒരു ഫേം ഒരു യൂണിറ്റ് ആയിരുന്നു സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ അതിന് 2 യൂണിറ്റ് സെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ 10 രൂപയിൽ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന യൂണിറ്റിനെ 9 രൂപയ്ക്ക് സെയിൽ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ 2 യൂണിറ്റ് ശരിക്കും സെയിൽ ചെയ്യുമ്പം 20 രൂപ കിട്ടേണ്ടതാണല്ലേ. പക്ഷേ അഡീഷണൽ യൂണിറ്റ് സപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ 2 യൂണിറ്റിന് 18 രൂപ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അഡീഷണലായിട്ട് ഫേം ഏൺ ചെയ്തത് എത്രയാണ്? 8 ആണല്ലേ. ടോട്ടൽ റവന്യൂവിൽ 8 രൂപ മാത്രമേ അഡീഷണലായിട്ട് ഏൺ ചെയ്തിട്ടുള്ളൂ. സോ ഒരു യൂണിറ്റ് അധികം സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൈസ് തീർച്ചയായിട്ടും കുറയ്ക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ റവന്യൂവിലേക്ക് കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഒന്നും ഉണ്ടാവുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അഡീഷണൽ യൂണിറ്റ് സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന റവന്യൂ ആണ് മാർജിനൽ റവന്യൂ അല്ലേ. അപ്പോൾ ഇവിടെ മാർജിനൽ റവന്യൂ കാര്യമായിട്ടൊന്നുമില്ല. അഡീഷണൽ യൂണിറ്റ് സപ്ലൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒറിജിനൽ റവന്യൂവിൽ കുറവാണ് സംഭവിക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ MR കർവ് താഴെയായിട്ട് നിൽക്കുന്നത്. ഇതൊരു ഗ്രാഫിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കുക. ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി 1 ആയപ്പോൾ പ്രൈസ് 10 രൂപയായിരുന്നു. സോ ടോട്ടൽ റവന്യൂ ക്വാണ്ടിറ്റി ഇൻറ്റു ഔട്ട്പുട്ട്, അതായത് 10 × 1 10 രൂപയാണ് ടോട്ടൽ റവന്യൂ കിട്ടിയിട്ടുള്ളത്. ദെൻ ആവറേജ് റവന്യൂ കിട്ടിയിട്ടുള്ളത് ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ആണല്ലോ. സോ ടോട്ടൽ റവന്യൂ 10 ആണ്. 10 ഡിവൈഡഡ് ബൈ 1 ചെയ്തപ്പോൾ നമുക്ക് ആവറേജ് റവന്യൂ 10 കിട്ടിയിട്ടുണ്ട്. സോ മാർജിനൽ റവന്യൂ 10 ആണ്.
ദെൻ ഔട്ട്പുട്ട് 2 ക്വാണ്ടിറ്റി ആയപ്പം പ്രൈസ് 9 ആയിട്ടുണ്ട്. അതായത് അഡീഷണൽ യൂണിറ്റ് സപ്ലൈ ചെയ്തപ്പോഴത്തേക്കും പ്രൈസ് എന്ത് ചെയ്തു, കുറഞ്ഞു. സോ ടോട്ടൽ റവന്യൂ 9 × 2 അങ്ങനെ നമുക്ക് 18 കിട്ടി. ദെൻ ആവറേജ് റവന്യൂ 18 ഡിവൈഡഡ് ബൈ 2, അപ്പോൾ ആവറേജ് റവന്യൂ 9 ആണ്. ദെൻ MR 8 ആണ്. MR എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂവിൽ വരുന്ന വേരിയേഷൻ ആണ് അല്ലേ. അപ്പോൾ MR എന്ന് പറയുന്നത് ആദ്യം 10 ആയിരുന്നു. ദെൻ ടോട്ടൽ റവന്യൂ 18 ആയപ്പം അവിടെയുള്ള വേരിയേഷൻ 8 ആണ്. സോ മാർജിനൽ റവന്യൂ ഈക്വൽ ടു 8. ദെൻ ഔട്ട്പുട്ട് 3 ആയപ്പം പ്രൈസ് എന്ത് ചെയ്തു, പിന്നെ കുറഞ്ഞു, 8ലേക്ക് എത്തി. സോ ടോട്ടൽ റവന്യൂ 8 × 3 24 കിട്ടി. ദെൻ ആവറേജ് റവന്യൂ 24 ഡിവൈഡഡ് ബൈ 3 8 കിട്ടി. ദെൻ മാർജിനൽ റവന്യൂ, ടോട്ടൽ റവന്യൂവിൻ്റെ വേരിയേഷൻ നോക്കുക. സോ 18 നിന്നും 24ലേക്കുള്ള വ്യത്യാസം 6 ആണ്. അപ്പോൾ മാർജിനൽ റവന്യൂ നമ്മൾ 6 എന്നും എഴുതി കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ഡാറ്റ. ഇത് വെച്ചിട്ട് നമുക്കിനൊരു ഗ്രാഫ് വരച്ച് നോക്കാം. എക്സ് ആക്സിസിൽ ഔട്ട്പുട്ട് കൊടുക്കുക, വൈ ആക്സിസിൽ റവന്യൂ കൊടുക്കുക. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ട് തന്നിട്ടുള്ളത് 1 2 3 മാത്രമാണ് അല്ലേ. 1 യൂണിറ്റും 2 യൂണിറ്റും 3 യൂണിറ്റും മാത്രമാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1 2 3 മാർക്ക് ചെയ്യുക. ദെൻ റവന്യൂ വൈ ആക്സിസിലാണല്ലോ. റവന്യൂ നമുക്കിവിടെ മാർക്ക് ചെയ്യാനുള്ളത് ആവറേജ് റവന്യൂ കർവും മാർജിനൽ റവന്യൂ കർവും ആണ്. അപ്പോൾ ആ 2 കോളം നോക്കുക. അവിടെ ഏറ്റവും ഹയസ്റ്റ് വരുന്നത് 10 ആണ്. സോ 1 2 3 4 അങ്ങനെ 10 വരെ നിങ്ങൾ റവന്യൂവിൻ്റെ വൈ ആക്സിസിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഡാറ്റ അതിലേക്ക് പ്ലോട്ട് ചെയ്യാണ് വേണ്ടത്. നമുക്ക് ഡിമാൻഡ് കർവ് ആണല്ലോ വരയ്ക്കേണ്ടത് അല്ലേ. അപ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത് ഔട്ട്പുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ. പ്രൈസ് 10 രൂപയായിരുന്നപ്പം ക്വാണ്ടിറ്റി 1 ആയിരുന്നു. 9 രൂപയായപ്പം 2 ആണ് ക്വാണ്ടിറ്റി. 8 രൂപയായപ്പം 3 ആണ് ക്വാണ്ടിറ്റി. ഇത് നിങ്ങളതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഡിമാൻഡ് കർവ് കിട്ടിയിട്ടുണ്ട്. ഡിമാൻഡ് കർവ് തന്നെയാണ് ആവറേജ് റവന്യൂ ലൈനും അല്ലെങ്കിൽ പ്രൈസ് ലൈനൊക്കെ. ഓക്കെ, ഇനി നമുക്ക് മാർജിനൽ റവന്യൂ കർവ് വരയ്ക്കാനുണ്ട്. മാർജിനൽ റവന്യൂ കർവ് എപ്പോഴും ഡിമാൻഡ് കർവിൻ്റെ അല്ലെങ്കിൽ AR കർവിൻ്റെ താഴെയായിട്ട് ഡിക്ലൈനിങ് ആയിരിക്കും നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഇനി നമുക്ക് അതാണ് നോക്കാനുള്ളത്. മാർജിനൽ റവന്യൂ നമ്മൾ കണ്ടുപിടിച്ചിരുന്നില്ലേ. ഔട്ട്പുട്ട് 1 ആയിരിക്കുമ്പോൾ മാർജിനൽ റവന്യൂ 10 ആണ്. ഔട്ട്പുട്ട് 2 ആകുമ്പം മാർജിനൽ റവന്യൂ 8 ആവുന്നുണ്ട്. ഔട്ട്പുട്ട് 3 ആയപ്പം മാർജിനൽ റവന്യൂ 6 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ടോട്ടൽ റവന്യൂവിൻ്റെ വ്യത്യാസങ്ങളാണ് കേട്ടോ നമ്മൾ മാർജിനൽ റവന്യൂ ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ 1 2 3 ഔട്ട്പുട്ടിൽ ഈ ഒരു മാർജിനൽ റവന്യൂവിനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് 10 8 6. ഓക്കെ, ഇതുപോലെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ പേജ് നമ്പർ 94 ഫിഗർ 17 കൊടുത്തിട്ടുള്ളത് പോലെ 2 ലൈൻസ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റത്തെ ലൈന് ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ ആവറേജ് റവന്യൂ കർവ് അല്ലെങ്കിൽ പ്രൈസ് ലൈനാണ്. അതിൻ്റെ തൊട്ട് താഴെ ആയിട്ടായിരിക്കും മാർജിനൽ റവന്യൂ കർവ് ഉണ്ടാവുക. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെ ഒന്ന് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം ഡിമാൻഡ് കർവിൻ്റെ താഴെയായിരിക്കും മാർജിനൽ റവന്യൂ കർവ് ലൈസ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ഫീച്ചേഴ്സ് അവിടെ പറയുന്നുണ്ട്. മൊണോപ്പൊളിയിൽ ഡിമാൻഡ് കർവും ആവറേജ് റവന്യൂ കർവും പ്രൈസും എന്താണ്, സെയിം ആണ്, ഒന്ന് തന്നെയാണ്. ദെൻ AR കർവും MR കർവും സെപ്പറേറ്റ് ആണ്. രണ്ടും രണ്ടായിട്ടാണ് കാണിക്കുന്നത്. അത് ഡിക്ലൈൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഓക്കെ, ദെൻ MR കർവ് ലൈസ് ബിലോ AR കർവ്. AR കർവിൻ്റെ താഴെ ആയിരിക്കും മാർജിനൽ റവന്യൂ കർവ്. എന്നുവെച്ചാൽ MR എന്തായിരിക്കും, ARനെ കാട്ടിയും കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ മൊണോപ്പൊളിയുടെ കേസിൽ ഡിമാൻഡും ARഉം പ്രൈസ് ലൈനും ഒന്ന് തന്നെയാണെന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ARൻ്റെ താഴെയായിരിക്കും MR കർവ് വരിക. MRഉം ARഉം സെപ്പറേറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. രണ്ടും ഡൗൺവാർഡ് സ്ലോപ്പിംഗ് ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു മൊണോപ്പൊളിയിൽ ഡിമാൻഡ് പ്രൈസിനെ ഫിക്സ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ സപ്ലൈ കർവില്ല. കാരണം ഏതൊരു പ്രൈസും പെർട്ടിക്കുലർ ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇവിടെ സിംഗിൾ സെല്ലറേ ഉള്ളൂ. സോ ഫേമാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി കോമ്പിനേഷനും ഫിക്സ് ചെയ്യുന്നതൊക്കെ ഫേമാണ്. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കർവ് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സപ്ലൈ കർവ് ഉണ്ടാവില്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദെൻ ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ മൊണോപ്പൊളിയാണ്. ഇവിടെയും ഷോർട്ട് റണ്ണിൻ്റെയും ലോങ് റണ്ണിൻ്റെയും കേസ് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, മൊണോപ്പൊളിയിൽ ഫേം പ്രൈസ് മേക്കർ ആണ് അല്ലേ. ഫേമാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു സിംഗിൾ സെല്ലറാണ് പ്രൈസും ഔട്ട്പുട്ടൊക്കെ ഫിക്സ് ചെയ്യുന്നത്. ഇവിടെ മാക്സിമം ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പ്രൈസ് തന്നെ അല്ലേ അപ്പോൾ അയാൾ ഫിക്സ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എല്ലാ പ്രൈസിലും സാധിക്കും. മൊണോപ്പൊളിയിൽ ഒരു ഫേം ഇക്ലിബ്രിയത്തിൽ എത്തി എന്ന് പറയുന്നത് അത് മാക്സിമം പ്രോഫിറ്റ് നേടുമ്പോഴാണല്ലേ. ആ ഒരു പോയിന്റ് MC കർവ് MRന് ഈക്വൽ ആകുമ്പോഴാണ്. ഓക്കെ, അതുപോലെ തന്നെ MC MRനെ കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് റേസ് ചെയ്ത് പോകണം. MC ഷുഡ് കട്ട് MR ഫ്രം ബിലോ. ഓക്കെ, ഇപ്പോൾ ഈ 2 കേസുകൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. മൊണോപ്പൊളിയിൽ ഒരു ഫേം ഇക്ലിബ്രിയത്തിലാവുന്നത് ഒന്ന് MC = MR ഈ ഒരു കേസിലും, രണ്ടാമത്തത് MC കർവ് ഷുഡ് കട്ട് MR ഫ്രം ബിലോ. MC കർവ് MRനെ കട്ട് ചെയ്തുകൊണ്ട് മുകളിലേക്ക് റേസ് ചെയ്ത് പോകുമ്പോഴുമാണ്. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ഷോർട്ട് റൺ ഇക്വിലിബ്രിയം അണ്ടർ മൊണോപ്പൊളി ഡിസ്കസ് ചെയ്യാം. ഷോർട്ട് റണ്ണിൽ ഒരു മൊണോപ്പൊളിസ്റ്റിന് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും.
എന്നുവെച്ചാൽ നിലവിലുള്ള പ്ലാന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിലവിലുള്ള മെഷീനറീസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ അവിടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഡിമാൻഡ് എത്ര തന്നെ ആയാലും ഔട്ട്പുട്ടിന് ഒരു പരിധി ഉണ്ടായിരിക്കും അല്ലേ, കാരണം നിലവിലുള്ള പ്ലാന്റിനെ മാത്രമേ വിനിയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഷോർട്ട് പീരീഡ് ആണല്ലോ, ഷോർട്ട് പീരീഡിൽ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. പുതിയ മെഷീനറീസ് ഇൻസ്റ്റാൾ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഔട്ട്പുട്ടിനെ എക്സ്പാൻഡ് ചെയ്യാനോ ഒന്നും കഴിയില്ല. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കേസിൽ പ്രോഫിറ്റ് ഓഫ് ദ മൊണോപോളിസ്റ്റ് എന്ന് പറയുന്നത് മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റിനെ കാട്ടിയും കൂടുതലാകുമ്പോഴാണ് അല്ലേ. മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അഡീഷണൽ യൂണിറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റവന്യൂ ആണ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ എക്സ്ട്രാ യൂണിറ്റ് ആണ് അല്ലേ. ഒരു എക്സ്ട്രാ യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തപ്പം നമുക്ക് വന്നിട്ടുള്ള ചിലവാണ്. ഓക്കെ, അപ്പോൾ മാർജിനൽ റവന്യൂവിനേക്കാളും കൂടുതൽ മാർജിനൽ കോസ്റ്റ് വരികയാണെങ്കിൽ അത് നഷ്ടമാണ്. പക്ഷേ മാർജിനൽ റവന്യൂ ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ ആ ഫേമിന് എന്തായിരിക്കും, അത് പ്രോഫിറ്റബിൾ ആയിരിക്കും. ഓക്കെ, സോ അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഫേമിന് പ്രോഫിറ്റബിൾ ആണെന്ന് പറയുന്നത് ഇതുപോലെ മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റിനെ കാട്ടി കൂടുതലാവുമ്പോഴാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഫേമിൻ്റെ ഇക്ലിബ്രിയം പോയിന്റ് MCയും MRയും ഈക്വൽ ആവുന്ന പോയിൻ്റാണ്. അതിന് മുകളിലേക്കുള്ള ഓരോ ലെവലിലും ഫേമിന് പ്രോഫിറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. So, as the monopoly firm goes on expanding the output, slowly the MC would rise and ultimately MC become equal to MR. മൊണോപ്പൊളിയിൽ ഫേം എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പം ഔട്ട്പുട്ടിനെ എക്സ്പാൻഡ് ചെയ്യുമ്പം MC കൂടി വരാനും അതുപോലെ തന്നെ MC MRന് ഈക്വൽ ആവാനുമുള്ള സാധ്യതയുണ്ട്. പിന്നെയും എക്സ്പാൻഷൻ തുടരുകയാണെന്നുണ്ടെങ്കിൽ ലോസ് സംഭവിക്കാനുള്ള സാധ്യതയുള്ളൂ അല്ലേ, കാരണം മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂവിനെക്കാട്ടിയും കൂടുതലായിരിക്കും, അപ്പോൾ ഫേമിന് നഷ്ടമായിരിക്കും. സോ MC MRന് ഈക്വൽ ആവുന്ന ഒരു പോയിന്റിൽ വെച്ചിട്ട് ആ ഫേം എന്ത് ചെയ്യണം, അതിൻ്റെ കൂടുതലായിട്ടുള്ള എക്സ്പാൻഷനെ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് ഇക്വിലിബ്രിയമാണ്. ആ ഒരു ഇക്വിലിബ്രിയം ലെവൽ കഴിഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് എന്ത് ചെയ്യും, മാർജിനൽ റവന്യൂവിനെ കാട്ടിയും കൂടും. ആ ഒരു കേസിൽ ഫേമിന് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, ലോസ് ആയിരിക്കും സംഭവിക്കാൻ പോവാം. ഓക്കെ, നിങ്ങൾ പേജ് നമ്പർ 95 ഫിഗർ 18 നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നതിനൊപ്പം തന്നെ ഗ്രാഫിലേക്ക് നോക്കി പോവാം. X ആക്സിസിൽ ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്, Y ആക്സിസിൽ റവന്യൂ അല്ലെങ്കിൽ കോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു അല്ലേ, ഡിമാൻഡ് കർവും MR കർവും എങ്ങനെയാണ് വരികയെന്ന്. ഡിമാൻഡ് ലൈനും AR കർവും അതുപോലെ തന്നെ പ്രൈസ് ലൈനും ഒന്ന് തന്നെയാണ്. ഇതിന് താഴെയായിട്ടായിരിക്കും MR വരുന്നുണ്ടാവുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്കിതിൽ പ്ലോട്ട് ചെയ്യാനുള്ളത് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവും അതുപോലെ തന്നെ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവുമാണ്. ഓക്കെ, നമുക്കറിയാം MC കർവും MR കർവും ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ് ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ MC ഷുഡ് കട്ട് MR ഫ്രം ബിലോ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ആ ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പോയിൻ്റായിട്ട് കണക്കാക്കുന്നത്. നമ്മൾ ആദ്യം ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവ് വരച്ചു. അവിടെ MR കർവിനെ ടച്ച് ചെയ്തിട്ടുള്ള MCയുടെ പോർഷനെ നമ്മൾ ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് മാർക്ക് ചെയ്ത് വെച്ചു. എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻ്റ് അതാണ് കേട്ടോ. ദെൻ നമ്മളിനി AC കർവ് വരയ്ക്കാൻ പോവാണ്. AC കർവ് എപ്പോഴും, അതായത് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് എപ്പോഴും ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവിനെ കാട്ടിയും ചെറുതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവും വരച്ചു. ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് പ്രോഫിറ്റ് ഏരിയ ആണ്. ഇക്വിലിബ്രിയം പോയിന്റിൽ ഫേം സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി OQ ആണ് അല്ലേ. സോ OQ ക്വാണ്ടിറ്റി ഈ ഒരു ഫേം സപ്ലൈ ചെയ്യുന്നത് P എന്ന് പറയുന്ന പ്രൈസിലായിരിക്കും. ഇനി നമ്മൾ പ്രോഫിറ്റ് ഏരിയ മാർക്ക് ചെയ്യാൻ പോവാണ്. ഈ ഒരു ക്വാണ്ടിറ്റീൻ്റെ ലൈനിൽ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ് ടച്ച് ചെയ്തിട്ടുള്ള പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. അതിന് നമ്മൾ എന്ത് ചെയ്തു, Y ആക്സിസിലേക്ക് ഒരു ലൈൻ വരച്ചു. ദെൻ പ്രൈസിൻ്റെ ആ ഒരു ലൈനും, ഇത് രണ്ടും നമ്മൾ ഷെയ്ഡ് ചെയ്യണം. ഈ ഏരിയനെയാണ് നമ്മൾ പ്രോഫിറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഇതാണ് ഷോർട്ട് റണ്ണിൽ ആ ഒരു ഫേം അല്ലെങ്കിൽ മൊണോപ്പൊളിസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോഫിറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ എക്സ്പ്ലനേഷൻ ഒന്നും കൂടി നോക്കാം. AR കർവും ഡിമാൻഡ് കർവും പ്രൈസ് ലൈനൊക്കെ ഒന്ന് തന്നെയാണല്ലേ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ MR കർവ് ARൻ്റെ താഴെയായിട്ടാണ് വരുന്നത്. ദെൻ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് SAC ആണ്. SMC എന്ന് പറയുന്നത് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവാണ്. ഇത് നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ OQ ഔട്ട്പുട്ടിൽ മാർജിനൽ റവന്യൂ എന്താണ്, മാർജിനൽ കോസ്റ്റിനെ കാട്ടിയും കൂടുതലാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഈ ഒരു ഏരിയ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഏരിയ ആയിരിക്കും. പക്ഷേ OQ ഔട്ട്പുട്ട് കഴിഞ്ഞ് പോകുന്ന ഒരു പോയിന്റിൽ നമ്മുടെ മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂവിനെ കാട്ടിയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഫേമിന് ഇവിടെ ലോസ് ആയിരിക്കും സംഭവിക്കാൻ പോവുക. സോ മൊണോപ്പൊളിസ്റ്റ് ഇക്വിലിബ്രിയം പോയിന്റിൽ എത്തുന്നത് OQ ക്വാണ്ടിറ്റിയിലാണ്, അതായത് MRയും MCയും ഈക്വൽ ആവുന്ന ഒരു പോയിന്റിലാണ് ഫേമിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റ്. ഈ ഒരു പോയിന്റിലായിരിക്കും മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ടാവുക. അപ്പോൾ OQ ഔട്ട്പുട്ടിൽ പ്രൈസ് OP1 ആണ്. ഇത് പ്രൈസ് ലൈനിനെ അല്ലെങ്കിൽ ഡിമാൻഡ് ലൈനിനെ ടച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ QL എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ ആവറേജ് കോസ്റ്റിൻ്റെ പോർഷനാണ് കേട്ടോ. പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് കോസ്റ്റിൻ്റെ കൂടെ ഒരു പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ പ്രൈസിൽ നിന്നും കോസ്റ്റ് കുറച്ചാൽ നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് P1 ആണ്. P1ൽ നിന്ന് നമ്മുടെ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. ശ്രദ്ധിക്കുക, ആ ലൈൻ ഒന്ന് നോക്കുക.
QP1 എന്ന് പറയുന്ന ആ ഒരു ലൈനാണ് ടോട്ടൽ പ്രൈസിലെ. ഇതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു, QL പോർഷൻ, അതായത് ആവറേജ് കോസ്റ്റിനെ മൈനസ് ചെയ്തപ്പം നമുക്ക് കിട്ടുന്ന P1L പോർഷനാണ് പ്രോഫിറ്റ് ഏരിയ. ഓക്കെ, അപ്പോൾ P1L ആണ് ഇവിടെ പ്രോഫിറ്റ് പെർ യൂണിറ്റ്. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് കാണാൻ നമുക്ക് P1L, അതായത് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഇൻറ്റു ക്വാണ്ടിറ്റി ചെയ്യണം. OQ ക്വാണ്ടിറ്റീനെ ഈ ഒരു P1L ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതായിരിക്കും ടോട്ടൽ പ്രോഫിറ്റ്. അതിനെയാണ് നമ്മൾ അങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ട് കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഷോർട്ട് റണ്ണിലെ ഒരു ഫോമിൻ്റെ ഔട്ട്പുട്ട് ആൻഡ് പ്രൈസ് ഡിറ്റർമിനേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പ്രോഫിറ്റ് ഏരിയയും കണ്ടുപിടിച്ചു അല്ലേ. ഇതിലൊന്നുമില്ല, നമ്മൾ ആദ്യം ഡിമാൻഡ് കർവ് വരച്ചു, മാർജിനൽ റവന്യൂ കർവ് വരച്ചു, ദെൻ നമ്മൾ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവ് വരച്ചു. ഈ ഒരു പോയിന്റ്, അതായത് MCയും MRും ഈക്വൽ ആവുന്ന, MC MRനെ കട്ട് ചെയ്ത് പോകുന്ന ആ ഒരു പോയിന്റിൽ നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ് മാർക്ക് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ പ്രൈസ് ലൈനിലേക്ക് അല്ലെങ്കിൽ ഡിമാൻഡ് ലൈനിലേക്ക് ആ ലൈന് നമ്മൾ നീട്ടി വരച്ചപ്പോഴാണ് P1 എന്ന് പറയുന്ന പ്രൈസ് കിട്ടിയിട്ടുള്ളത് അല്ലേ. പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. ഇവിടെ നമ്മുടെ പ്രൈസ് P1 ആണ്, ടോട്ടൽ പ്രൈസ് എന്താണ് അപ്പം QP1 ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ പ്രൈസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റ് കുറയ്ക്കണം. കോസ്റ്റിൻ്റെ ഏരിയ ഇവിടെ ആവറേജ് കോസ്റ്റ് നമ്മുടെ ഈ ഒരു ലൈനിൽ ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ്, അതായത് L എന്ന് പറഞ്ഞവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ QL ആണ് ആവറേജ് കോസ്റ്റ്. അപ്പോൾ പ്രൈസിൽ നിന്നും നമ്മൾ QL പോർഷൻ മൈനസ് ചെയ്താൽ കിട്ടുന്ന P1L പോർഷൻ ആയിരിക്കും പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം. അപ്പോൾ ഇത് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്വാണ്ടിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം, ഇവിടെ ക്വാണ്ടിറ്റി OQ ക്വാണ്ടിറ്റി ആണ് അല്ലേ, OQമായിട്ട് ഗുണിക്കുമ്പോഴാണ് പ്രോഫിറ്റ് കിട്ടുക. നമ്മൾ ഈ ഗ്രാഫ് വരച്ചത് കൃത്യമായിട്ടുള്ള ഡാറ്റേൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ കൃത്യമായിട്ടുള്ള ഡാറ്റേൻ്റെ അടിസ്ഥാനത്തിലല്ല, റഫായിട്ടാണ് ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് കുറച്ചിനായിട്ട് ഇത് തോന്നുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിനി പ്രോഫിറ്റിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ, OQ ക്വാണ്ടിറ്റിയിൽ P1 പ്രൈസ് ആണുള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രോഫിറ്റ് P1L ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ആ ഒരു AC കർവും അതുപോലെ തന്നെ നമ്മുടെ ഒരു ലൈനും ടച്ച് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ നിന്നും Y ആക്സിസിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക, അതിനൊരു അക്ഷരം കൊണ്ട് മാർക്ക് ചെയ്ത് വയ്ക്കുക. സോ PP1LT ഈ ഒരു പോർഷൻ ആയിരിക്കും പ്രോഫിറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. നിങ്ങൾ ഈ ഗ്രാഫ് വരച്ചെടുത്തിട്ട് എക്സ്പ്ലനേഷൻ താഴെ എഴുതി വയ്ക്കുക, നിങ്ങൾ തന്നെ മനസ്സിലാക്കി എഴുതി വയ്ക്കുക, അതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. സോ ക്ലാസ് കേട്ടിട്ട് ആദ്യം ഗ്രാഫ് വരയ്ക്കുക, ദെൻ എക്സ്പ്ലനേഷൻ എഴുതിയെടുക്കുക. ഓക്കെ, ഇനി നമ്മളിപ്പോൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ അബ്നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവുന്ന ഒരു കേസാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. ചില സാഹചര്യത്തിൽ മൊണോപ്പൊളിസ്റ്റിന് ഒരു നോർമൽ പ്രോഫിറ്റ് മാത്രം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ലോസ് സംഭവിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. ഓക്കെ, അപ്പം മൊണോപ്പൊളിസ്റ്റാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ആ ഒരു പ്രൈസിൽ തന്നെ അയാൾ നിശ്ചിത ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ അയാൾ വിചാരിച്ചിട്ടുള്ളൊരു പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലേ. അപ്പം വിചാരിച്ച ഒരു ക്വാണ്ടിറ്റി അയാൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ലോസ് ആയിരിക്കും സംഭവിക്കുക. പ്രൈസും ആവറേജ് റവന്യൂവും ഡിമാൻഡും ഒക്കെ മൊണോപ്പൊളിയിൽ ഒന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ വരയ്ക്കുന്ന ആവറേജ് കോസ്റ്റ് കർവ് അല്ലെങ്കിൽ ആവറേജ് റവന്യൂവിനെക്കാളും ആവറേജ് കോസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാകുന്നത് നഷ്ടമായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ആവറേജ് റവന്യൂ ആവറേജ് കോസ്റ്റിനേക്കാൾ വളരെ കൂടുതലാണെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള പ്രോഫിറ്റ് ആയിരിക്കും മൊണോപ്പൊളിസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. ഇനി ആവറേജ് കോസ്റ്റും ആവറേജ് റവന്യൂവും ഈക്വൽ ആണെങ്കിൽ അയാൾക്ക് ഉണ്ടാകുന്നത് ഒരു നോർമൽ പ്രോഫിറ്റ് മാത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 3 കേസുകളാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മളിപ്പോൾ ഒന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം. അവിടെ മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റിനെ കാട്ടിയും വളരെ കൂടുതലായിട്ടുള്ളൊരു കേസാണ് നമ്മൾ പറഞ്ഞത്. അവിടെ ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റും അബ്നോർമലാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നോർമൽ പ്രോഫിറ്റിൻ്റെ കേസാണ്. ഇവിടെ നിങ്ങൾ ഗ്രാഫിലേക്കൊന്ന് നോക്കുക. നോർമൽ പ്രോഫിറ്റിൻ്റെ കേസ് ഫിഗർ 19A കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ AR ലൈനും അല്ലെങ്കിൽ പ്രൈസ് ലൈനും ഡിമാൻഡ് ലൈനും ഒക്കെ മൊണോപ്പൊളിയിൽ ഒന്ന് തന്നെയാണ്. അതിൻ്റെ താഴെ ആയിട്ടാണ് മാർജിനൽ റവന്യൂ ലൈന് വരിക അല്ലേ. ഇത് രണ്ടും നമ്മൾ വരച്ചു. അത് കഴിഞ്ഞിട്ട് AR ലൈനിനെ ടച്ച് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു ടാൻജൻറ്റ് പോലെയാണ് അവിടെ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഉള്ളത്. അതുപോലെ തന്നെ MR കർവിനെ താഴെയായിട്ട് കട്ട് ചെയ്തിട്ടാണ് MC കർവ് മുകളിലേക്ക് പോകുന്നത്. MCയും MRും ഈക്വൽ ആവുന്ന പോയിന്റിന് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഈ എന്ന് പറയുന്ന പോയിന്റ് അവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്, കാണുന്നില്ലേ. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി Q മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ആ ഇക്വിലിബ്രിയം പോയിന്റ് പ്രൈസ് ലൈനിലേക്ക് ടച്ച് ചെയ്യുന്ന ലൈനിന് നമ്മൾ Y ആക്സിസിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് പ്രൈസ് കിട്ടുക അല്ലേ. അതായത് നമ്മൾ OQ ക്വാണ്ടിറ്റിയാണ് സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൈസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. അത് നമ്മൾ പ്രൈസ് ലൈനിലേക്ക് അല്ലെങ്കിൽ ഡിമാൻഡ് ലൈനിലേക്ക് നീട്ടി വരച്ചു. അതിനെ നമ്മൾ വൈയിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് റവന്യൂ ആവറേജ് റവന്യൂ അല്ലെങ്കിൽ പ്രൈസ് കിട്ടി. ഈ ഒരു പോയിന്റിൽ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മുടെ പ്രൈസും അതുപോലെ തന്നെ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും ഈക്വൽ ആണല്ലേ. സോ ഈ ഒരു പോയിന്റിൽ ACയും അതുപോലെ തന്നെ നമ്മുടെ ARും അല്ലെങ്കിൽ പ്രൈസും ഈക്വൽ ആണ്. ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത് നോർമൽ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രൈസ് മാത്രമായിരിക്കും. ഇവിടെ മൊണോപ്പൊളിസ്റ്റിന് അബ്നോർമൽ ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. ബിക്കോസ് ആവറേജ് റവന്യൂ ഈക്വൽ ടു ആവറേജ് കോസ്റ്റ് ആണ്.
അപ്പോൾ ഈ ഗ്രാഫ് വരച്ചെടുത്തിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതിയെടുക്കാം കേട്ടോ. ദെൻ ഇനി ലോസിൻ്റെ കേസ് നോക്കാം. ലോസിൻ്റെ കേസിൽ നമ്മൾ പറയുന്നത് ആവറേജ് കോസ്റ്റ് ആവറേജ് റവന്യൂവിനെ കാട്ടിയും വളരെ കൂടുതലാവുന്ന കേസാണല്ലേ. ഇവിടെ ഗ്രാഫ് കൊടുത്തിട്ടുള്ളത് ശ്രദ്ധിക്കുക. നമ്മൾ AR കർവ് അല്ലെങ്കിൽ പ്രൈസ് ലൈൻ വരച്ചു, അതിൻ്റെ താഴെ മാർജിനൽ റവന്യൂവിൻ്റെ ലൈൻ വരച്ചു. ദെൻ നമ്മൾ MC കർവ് വരച്ചു. MR കട്ട് ചെയ്യുന്ന പോയിന്റിനെ ഇക്വിലിബ്രിയം എന്ന് മാർക്ക് ചെയ്തു. അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ AC കർവ് വരയ്ക്കാൻ പോവാണ്. ലോസ് സംഭവിക്കുന്ന കേസിൽ ആവറേജ് കോസ്റ്റ് കർവ് ആവറേജ് റവന്യൂവിനെ കാട്ടിയും വളരെ കൂടുതലായിരിക്കണം അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ AC കർവ് കുറച്ചുകൂടി മുകളിലേക്കായിട്ടാണ് വരയ്ക്കുന്നത്. ആവറേജ് റവന്യൂവിനെ കാട്ടിയും മുകളിലായിരിക്കണം AC കർവ് വരയ്ക്കേണ്ടത്. അങ്ങനെ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ലോസിൻ്റെ ഏരിയ ആണ് ഇവിടെ കാണാനുള്ളത്. കാരണം ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവില്ലല്ലോ. നമ്മൾക്ക് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റിനെ കാട്ടിയും വളരെ കുറഞ്ഞൊരു പ്രൈസാണ്. നിങ്ങൾക്ക് ആ ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ. സോ നമ്മൾ ആ ഒരു ഇക്വിലിബ്രിയം ലൈൻ എന്ത് ചെയ്തു, നീട്ടി വരച്ചു. അത് പ്രൈസ് ലൈനിൽ ടച്ച് ചെയ്ത ആ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ദെൻ അത് AC കർവിലേക്ക് നീട്ടി വരച്ചു. AC കർവിനെ നമ്മൾ Y ആക്സിസിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു. ഇതാണ് ലോസിൻ്റെ ഏരിയ. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞു ഫേമിന് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവുന്ന കേസ് ഉണ്ടാവാം, നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവുന്ന കേസ് ഉണ്ടാവാം, ലോസ് സംഭവിക്കുന്ന കേസ് ഉണ്ടാവാം. അബ്നോർമൽ ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഫേമിന് കിട്ടുന്ന ആവറേജ് കോസ്റ്റ് എപ്പോഴും ആവറേജ് റവന്യൂവിനെ കാട്ടിയും വളരെ കൂടുതലായിരിക്കണം. ഇനി ആവറേജ് റവന്യൂവും ആവറേജ് കോസ്റ്റും ഈക്വൽ ആവുന്ന ഒരു പോയിന്റിലാണ് നമുക്ക് നോർമൽ പ്രോഫിറ്റ് കിട്ടുക. ഇനി ആവറേജ് റവന്യൂ ആവറേജ് കോസ്റ്റിനെ കാട്ടിയും വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിലാണ് ലോസ് സംഭവിക്കുക. ഓക്കെ, നമുക്കിനി ലോങ് റൺ ഇക്വിലിബ്രിയത്തിൻ്റെ കേസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഡിസ്കസ് ചെയ്ത പോർഷനിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.